ആരനാട് ഇറവൂരിൽ ഇന്റർനെറ്റ് കേബിളുകൾ സാമൂഹ്യ വിരുദ്ധർ കട്ട് ചെയ്തു. ഇന്നലെ രാത്രി 7:30 പ്രദേശത്ത് ഇന്റർനെറ്റ് സേവനങ്ങൾ നിശ്ചലമായത്. കേരള വിഷൻ കേബിൾ ടിവിയുടെ ഇറവൂർ മുതൽ പറണ്ടോട് വരെയുള്ള 1.5 കിലോമീറ്ററോളം വരുന്ന ഭാഗത്തെ ഒപ്റ്റിക്കൽ ഫൈബറുകളാണ് നശിപ്പിച്ചത്. ഏകദേശം 1.5 ലക്ഷം രൂപയുടെ നാശനഷ്ടം വരുത്തിയിട്ടുണ്ട്. ഈ പ്രദേശത്ത് 1000-ഓളം കേരള വിഷൻ ഇന്റർനെറ്റും 2000-ഓളം കേബിൾ കണക്ഷനുമാണ് നിലവിലുള്ളത്. വിദ്യാർത്ഥികൾ, ഉദ്യോഗസ്ഥർ, സർക്കാർ മറ്റിതര സ്ഥാപനങ്ങളിലെ ജീവനക്കാരുൾപ്പെടെ പ്രത്യക്ഷമായും പരോക്ഷമായും ഇന്റർനെറ്റ് സേവനങ്ങളെ ആശ്രയിക്കുന്നവർ ഇവിടെ നിരവധി പേരാണ്. നെറ്റ്വർക്ക് വിച്ഛേദിച്ചതിലൂടെ ഇവരൊക്കെ ഏറെ ബുദ്ധിമുട്ടിലായി. ഇന്നലെ രാത്രി 7:15 മുതൽ ഇറവൂർ പ്രദേശം മുതൽ ഇറവൂർ തുടങ്ങി ഏകദേശം 1.5 കിലോമീറ്ററോളം ദൂരത്തുള്ള പ്രദേശങ്ങളിലെ ഇന്റർനെറ്റുകൾ നിശ്ചലമായ ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ആ ഇന്റർനെറ്റ് നിശ്ചലമായി എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പല സ്ഥലങ്ങളിലും ഇന്റർനെറ്റ് കേബിളുകൾ വ്യാപകമായി കട്ട് ചെയ്തിട്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. ഈ ഇന്റർനെറ്റ് കേബിളുകൾ കട്ട് ചെയ്തിട്ടിരിക്കുന്നത് ഏതിൻ്റെ രീതിയിലാണ്? സാമൂഹ്യ വിരുദ്ധരാണോ, അല്ലെങ്കിൽ ഇന്റർനെറ്റ് സംവിധാനം ഈ പ്രദേശത്ത് എത്തിച്ചു കൊടുക്കുന്ന അവരോടുള്ള വിരോധം കൊണ്ടാണോ, എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഇതൊരു മനഃപൂർവ്വമായ ഒരു കുറ്റകൃത്യം പോലെയാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഈ പ്രദേശത്ത് കഴിഞ്ഞ ഒരു ദിവസമായി ഇന്ന് ഈ സമയം വരെ ഇപ്പോഴും അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്ത് റേഷൻ ഷോപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനം തടസ്സപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ വാർഡ് ഓഫീസുണ്ട്. അവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാതെ വന്നിരിക്കുകയാണ്. നിരവധി വിദ്യാർത്ഥികൾ ഈ ഓൺലൈൻ വഴിയുള്ള ക്ലാസ്സുകൾ വീട്ടിലിരുന്ന് പഠിക്കുന്ന, അടുത്ത എഞ്ചിനീയറിങ്ങിന് MBBS പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വീട്ടിലിരുന്ന് പഠിക്കുന്ന അവരെല്ലാം വളരെ നിസ്സഹായതയോടെ ഞങ്ങളെല്ലാവരെയും ബന്ധപ്പെടുകയാണ്. എപ്പോൾ നെറ്റ് കണക്ഷൻ തിരിച്ചു കിട്ടും എന്നുള്ള അവസ്ഥയിലേക്ക്. ഇത് ഇന്ന് ഒരു ദിവസം കൊണ്ട് മാത്രം സംഭവിച്ചതല്ല. നിരന്തരമായി ഇത്തരത്തിലുള്ള ഈ ഇന്റർനെറ്റിന്റെ കണക്ഷൻ കട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഈ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് വിശദമായി ഒരു അന്വേഷണം നടത്തണമെന്നാണ് പൊതുജനങ്ങൾ എന്നുള്ള രീതിയിൽ, ഇവിടുത്തെ പൊതുപ്രവർത്തകർ എന്ന രീതിയിലും ഞങ്ങൾക്ക് പറയുവാനുള്ളത്. അതുകൊണ്ട് ഇത് നിരന്തരമായി ഈ പ്രദേശത്തുണ്ടാകുന്ന ഇതിനെക്കുറിച്ച് ഒരു സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്. ഇറവൂർ മേഖലയിൽ ഇന്റർനെറ്റ് കേബിളുകൾ കട്ട് ചെയ്യുന്നത് ഇതാദ്യമായല്ല. ഇരുട്ടിന്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ പതിവായി ഇത്തരം ജനദ്രോഹ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ആരനാട് ഇറവൂർ ഭാഗത്ത് ഈ അടിക്കടി ഉണ്ടാകുന്ന പ്രശ്നമാണിത്. അത് സാമൂഹ്യ വിരുദ്ധരാണ് ഇതിൻ്റെ പിന്നിൽ. അതിന് കട്ട് ചെയ്യണമായിരുന്നു കേബിള്, അതിൻ്റെ ഫൈബർ കട്ട് ചെയ്ത് കളയുന്നു. അതുകൊണ്ട് ഈ കേബിളില്ല, നെറ്റില്ല. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കായാലും ഇത് കേബിളിൽ കാണുന്നവർക്കായാലും എൻ്റർടൈൻമെൻറ്റിന് എല്ലാം ഇത് നിരന്തരം ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. അത് പോലീസ് ഇടപെട്ട് ഈ സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി അതിനെ ഇല്ലാതാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്റർനെറ്റ് കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടതോടെ ആളുകൾ സേവനദാതാക്കളെ നിരന്തരം ബന്ധപ്പെടുകയാണ്. മഴ പ്രതികൂല സാഹചര്യം തീർക്കുമ്പോൾ അപകട സാധ്യതകൾ വകവയ്ക്കാതെ ഇന്റർനെറ്റ് കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ ഓപ്പറേറ്റർമാരും തൊഴിലാളികളും നിർബന്ധിതരാകുന്നുണ്ട്. മാത്രമല്ല, കേബിൾ കട്ട് ചെയ്തത് കാരണം ഈ മേഖലയെ ഉപജീവന മാർഗമാക്കിയവർ വലിയ സാമ്പത്തിക ബാധ്യതയിലുമാണ്. ഒപ്റ്റിക്കൽ ഫൈബറും അനുബന്ധ ഉൽപ്പന്നങ്ങളും തൊഴിലാളികൾക്ക് നൽകുന്ന ശമ്പളവും കണ്ടെത്താൻ തന്നെ പാടുപെടുകയാണ് കേബിൾ ഓപ്പറേറ്റർമാർ. പതിവായുള്ള ഇന്റർനെറ്റ് കേബിൾ വിച്ഛേദനത്തിനെതിരെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് ആരനാട് RR കേബിൾ നെറ്റ്വർക്ക് ഉടമ ആവശ്യപ്പെട്ടു. RR കേബിൾ നെറ്റ്വർക്ക് ഉടമയുടെ പരാതിയെ തുടർന്ന് ആരനാട് പോലീസ് സംഭവ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. ഒപ്റ്റിക്കൽ ഫൈബറുകൾ വിച്ഛേദിച്ച ചിലയിടങ്ങളിൽ സമീപത്തെ CCTVയിൽ സാമൂഹ്യ വിരുദ്ധരുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. ഇതു സഹിതം പോലീസിന് കൈമാറുമെന്നും കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുന്നതോടൊപ്പം ഇവരിൽ നിന്നും നഷ്ടപരിഹാര തുക ഈടാക്കണമെന്നും RR കേബിൾ നെറ്റ്വർക്ക് ഉടമ ആവശ്യപ്പെടുന്നു.